പച്ചമാങ്ങ വെച്ച് ഇതുപോലൊരു കറി കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഈ പച്ചമാങ്ങ നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. കല്ലുണ്ടെങ്കിൽ കല്ലിൽ വെച്ച് ചതച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ളൊരു മസാലക്കൂട്ടിനായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ ഉലുവ, 2-3 വെളുത്തുള്ളി, 3-4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുകും 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് നന്നായി ഒന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമണം എല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ കുറച്ച് കായം പൊടിച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ചതച്ച മാങ്ങയും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം എല്ലാം വറ്റി വരുന്ന ആ ഒരു സ്റ്റേജ് എത്തുമ്പം കുറച്ച് ശർക്കര പൊടിച്ചതും കൂടിയിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല കിഡിലൻ ടേസ്റ്റിലുള്ള മാങ്ങാക്കറി റെഡി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.